ഹേ ആൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു ക്രാഫ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് DIY ഹിജാബ് ഹാങ്ങേഴ്സാണ്. ഈ ഹാങ്ങേഴ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കാർഫ്സ്, അതുപോലെ നിങ്ങളുടെ ദുപ്പട്ടാസ്, നിങ്ങളുടെ ഹിജാബ്സ് വളരെ ഈസി ആയിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതുപോലുള്ള ഹാങ്ങേഴ്സ് ഈസിലി കടകളിൽ അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്ത് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാലോ? അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഷവർ കട്ടൻ റിങ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് റിംഗ് ഷേപ്പ് ഒബ്ജക്റ്റ് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ വള എടുക്കാം. പക്ഷേ അങ്ങനെ എടുക്കുമ്പോൾ അതെല്ലാത്തിനും സെയിം സൈസാണെന്ന് ഉറപ്പ് വരുത്താം. ഇനി ഈ റിംഗ് ഷേപ്സ് ഒരു ഫാബ്രിക് യൂസ് ചെയ്തോ പെയിൻറ്റ് യൂസ് ചെയ്തോ നിങ്ങളൊന്ന് കവർ ചെയ്തെടുക്കുക. ഞാനിവിടെ ഡക്ട് ടേപ്പ് യൂസ് ചെയ്താണ് ഇത് കവർ ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഡക്ട് ടേപ്പ് ഒരു കട്ടർ യൂസ് ചെയ്ത് തിൻ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. ഇത് കുറച്ചുകൂടി എളുപ്പമാണ് ചെയ്യാനായിട്ട്, കാരണം ഇത് ഓൾറെഡി ഇതിൽ ആ പശയുണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ കട്ടർ യൂസ് ചെയ്ത് ഈ ഡക്ട് ടേപ്പ് ചെറിയ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തു. എപ്പോഴും ഡക്ട് ടേപ്പ് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കട്ടർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സിസേഴ്സിനെക്കാട്ടിലും എളുപ്പം അതാണ്. അപ്പോൾ ഇതേ നമുക്ക് ഈ ഷവർ കട്ടൻ റിങ്സ് ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ഇവിടെ ഞാൻ എല്ലാ ഷവർ കട്ടൻ റിങ്സും ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്ലോത്ത് ഹാങ്ങർ വേണം. എന്നിട്ട് ആ ഹാങ്ങറിന് താഴെ ഈ റിങ്സ് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഒരു റോയിൽ 3 റിങ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു റോയിൽ 3 റിങ്സാണ് യൂസ് ചെയ്യുന്നത്. എത്ര നമ്പർ വേണമെന്ന് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഇത് തമ്മിൽ ഇതേ രീതിക്ക് തന്നെ ഒന്ന് ടൈ ചെയ്തെടുക്കണം. ഞാനിവിടെ സെയിം ഡക്ട് ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് തമ്മിൽ ടൈ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജൂട്ട് വൈൻസ് യൂസ് ചെയ്ത് ഇതുപോലെ ടൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്ത് ഇത് സ്റ്റിക്ക് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ 2 ഷവർ കട്ടൻ റിങ്സ് ഇതുപോലെ ടൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം തമ്മിൽ നമുക്ക് ടൈ ചെയ്യണം. ഇവിടെ ഞാൻ ഒരു കോളം ടൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് അടുത്ത 2 കോളം കൂടി ടൈ ചെയ്തെടുത്തിട്ട് അതെല്ലാം കൂടി തമ്മിൽ വീണ്ടും ടൈ ചെയ്യാം. ഓക്കെ, ടൈ ചെയ്യുമ്പോൾ ഇതെല്ലാം നല്ല സ്റ്റിഫായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേ നമ്മുടെ റിങ്സ് എല്ലാം നന്നായിട്ട് ടൈ അപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹാങ്ങറിൽ ഇതൊന്ന് ഹാങ് ചെയ്യണം. ഇവിടെ ഞാനിപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയത് ഒരു റോയിൽ 3 എണ്ണം വെക്കുന്നതിനെക്കാട്ടിലും ഒരു റോയിൽ 4 എണ്ണം വെക്കുന്നത് നന്നായിട്ടുണ്ടെന്ന് തോന്നി. അപ്പോൾ ഇനി നമുക്ക് ജൂട്ട് വൈൻ യൂസ് ചെയ്ത് ഇതൊന്ന് ടൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ ഹാങ്ങറുമായിട്ട് ടൈ ചെയ്യാൻ ജൂട്ട് വൈനാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇതേ നമ്മൾ ക്ലോത്തിങ് ഹാങ്ങറുമായിട്ട് ഈ റിങ്സ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഞാൻ ജൂട്ട് വൈനാണ് യൂസ് ചെയ്തത്. അതായത് നമ്മുടെ ചെറിയ കയറില്ലേ അത്. ഇനി നമുക്ക് ഇതിനകത്ത് സ്കാർഫ്സ് ഓർഗനൈസ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ സ്കാർഫ്സ് ഓർഗനൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതേ ഇവിടെ ഞാൻ ഒരു സ്കാർഫ് ഹാങ് ചെയ്തു.
ഇതേപോലെ ഞാൻ ഒരു വരിയിൽ കംപ്ലീറ്റ് സ്കാർഫ് ഹാങ് ചെയ്തിട്ടുണ്ട്. 3 റിങ്സ് യൂസ് ചെയ്തുകൊണ്ട് 3 സ്കാർഫ്സ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇത് ഇങ്ങനെയാണ് സ്കാർഫ്സ് ഇതിൽ ഓർഗനൈസ് ചെയ്യാനുള്ളത്. അതിൻ്റെ ഒരു എൻഡ് ഫസ്റ്റ് റിങ്ങിലൂടെ കടത്തി വിടുക, സെക്കൻഡ് റിങ്ങിലൂടെ കടത്തി വിടുക. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതെങ്ങനെയാണ് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന്. വളരെ എളുപ്പമാണ്. കുറച്ചുകൂടി വലിയ റിങ്സ് യൂസ് ചെയ്താൽ എളുപ്പത്തിൽ ഇതിൽ കൂടി കടന്നു പോയിക്കോളും. നിങ്ങൾക്ക് കൂടുതൽ സ്കാർഫ്സ് ഓർഗനൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ വരികളുടെ എണ്ണം, അതായത് റിങ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ എണ്ണം കൂട്ടുക, വരികളുടെ എണ്ണം കൂട്ടുക. അപ്പോൾ കൂടുതൽ സ്കാർഫ്സ് ഓർഗനൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതേ നമ്മുടെ സ്കാർഫ്സ് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഇതുപോലുള്ള, ഞാൻ ഹിജാബ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഇങ്ങനെ എനിക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഹിജാബ്സ് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഓർഗനൈസറിൽ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈസിലി നമുക്ക് എല്ലാ ഹിജാബ്സും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാലേ എൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.